നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള ഹർത്താൽ തൃശൂർ ജില്ലയെ ബാധിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വ്യാപാരിക്ക് ദാരുണാന്ത്യം. തളിക്കുളം ഏങ്ങൂർ വീട്ടിൽ ഗംഗാധരൻ മകൻ ചന്ദ്രബോസാണ് മരിച്ചത്. തൃശൂരിൽ പൂരപ്പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കോർപ്പറേഷൻ കൌൺസിലർക്ക് സൂര്യാതപമേറ്റു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറായ പോളി ജോസിനാണ് സൂര്യാതപമേറ്റത്. വാർത്തകൾ വിശദമായി. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള ഹർത്താൽ തൃശൂർ ജില്ലയെ ബാധിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട ആക്ഷൻ കൌൺസിലും ദലിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താൽ നടത്തുന്നത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെത്തിയ സമരാനുകൂലികളെ പോലീസ് തടഞ്ഞു. എന്നാൽ നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തതെന്ന് പ്രവർത്തകർ അറിയിച്ചതോടെ പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നില്ല. അതേസമയം മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ സ്വകാര്യ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വ്യാപാരിക്ക് ദാരുണാന്ത്യം. തളിക്കുളം ഏങ്ങൂർ വീട്ടിൽ ഗംഗാധരൻ മകൻ ചന്ദ്രബോസാണ് മരിച്ചത്. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ഇടിച്ച ബൈക്ക് യാത്രികനായ വ്യാപാരിക്ക് ദാരുണാന്ത്യം. തളിക്കുളം എങ്ങൂർ വീട്ടിൽ ഗംഗാധരന്റെ മകൻ ചന്ദ്രബോസാണ് മരിച്ചത്. തളിക്കുളം മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു അപകടത്തിൽ മരിച്ച ചന്ദ്രബോസ്. ചൊവ്വാഴ്ച രാവിലെ 10:15 ദേശീയപാത വാടാനപ്പള്ളിയിൽ സീപ്പേൾ ബാറിന് സമീപമായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് ബൈക്കിൽ പാവറട്ടിയിലേക്ക് പോകുന്നതിനിടയിലാണ് ചന്ദ്രബോസ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിന്റെ ഹാൻഡിലിൽ ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ടോറസ് ലോറി തട്ടിയതാണ് അപകടത്തിന് കാരണമായത്. ഹാൻഡിലിൽ തട്ടിയതോടെ ബൈക്കിൽ നിന്ന് ചന്ദ്രബോസ് ലോറിക്കടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ലോറിയുടെ പുറകിലെ ടയർ തലയിലൂടെ കയറിയിറങ്ങിയ ഇദ്ദേഹം സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. തല തകർന്ന നിലയിൽ ദാരുണമായായിരുന്നു മരണം. മൃതദേഹം കണ്ടശാംകടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂർ സമയം ഗതാഗത തടസ്സമുണ്ടായി. നാട്ടുകാർ, ബിലീവർ ആംബുലൻസ് പ്രവർത്തകർ, സഹചാരി ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് അപകടസ്ഥലം കഴുകി വൃത്തിയാക്കി. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തൃശൂരിൽ പൂരപ്പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കോർപ്പറേഷൻ കൌൺസിലർക്ക് സൂര്യാതപമേറ്റു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറായ പോളി ജോസിനാണ് സൂര്യാതപമേറ്റത്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. തൃശൂർ പൂരത്തിന്റെ സമാപന ചടങ്ങായ ഉപചാരം ചൊല്ലി പിരിയൽ കഴിഞ്ഞ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയിരുന്നു. തൊഴിലാളികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഒല്ലൂർ സെന്റർ കൌൺസിലറായ പോളി ജോസിന് സൂര്യാതപമേറ്റത്. കൈക്ക് പൊള്ളലേറ്റ കൌൺസിലറെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെങ്കിടിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ ഭൌതിക വെല്ലുവിളി നേടുന്ന കുട്ടികൾക്കുള്ള ചങ്ങാത്ത കളരി ക്യാമ്പ് 7 ദിവസമായി തുടരുന്നു. 10 ദിവസത്തെ ക്യാമ്പിൽ 80ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പിന്റെ 7ാം ദിവസം സാമൂഹ്യ പ്രവർത്തകൻ CC ജോസ് മുഖ്യാതിഥിയായി. ലണ്ടൻ ട്രിനിറ്റി കോളേജ് ഫാക്കൽറ്റി സനോജ് പാശ്ചാത്യ സംഗീതോപകരണമായ സാക്സഫോൺ വായിച്ച കുട്ടികളെ പരിചയപ്പെടുത്തി. പണം കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള പരിശീലനം, നാടകക്കളരി, വിവിധയിനം കളികൾ എന്നിവയും ക്യാമ്പിൽ നടന്നു. 10 ദിവസത്തെ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിയ്യാനം പരിശുദ്ധ വിജയമാതാവിന്റെ പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേ പിതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കും. മെയ് 9, 10, 11 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കുമെന്ന് ഇടവക വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 1 വെള്ളിയാഴ്ച രാവിലെ 6 കൊടിയേറ്റം, വിശുദ്ധ കുർബാന, ലതീഞ്ഞ, നൊവേന എന്നിവ നടക്കും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിന്യോർ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. കൊടിയേറ്റത്തോടെ നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. മെയ് 6 വൈകിട്ട് 6 മണിക്ക് തിരുക്കർമ്മങ്ങൾക്കു ശേഷം വാഹനവെഞ്ചിരിപ്പും 7 വൈകിട്ട് പ്രസുതേന്തി വാഴ്ചയും നടക്കും. മെയ് 8 വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും. 9 ശനിയാഴ്ച വൈകിട്ട് 4 കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഒല്ലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ വോഗീസ് കുത്തൂർ മുഖ്യ കാർമ്മികനാകും.
തുടർന്ന് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം രാത്രി 10-ന് പള്ളിയിലെത്തും. തിരുനാൾ ദിനമായ മെയ് 10-ന് ഞായറാഴ്ച രാവിലെ 6-നും 8-നും വിശുദ്ധ കുർബാന നടക്കും. 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികനാകും. മുളയം മേരിമാത മേജർ സെമിനാരിയിലെ ഫാദർ റോബിൻ കുന്താണിയിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ഈ വർഷം 1.5 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മെയ് 17 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തിരുനാൾ 8-ാം ആഘോഷിക്കും. ട്രസ്റ്റിമാരായ ആൻജോ ചിറ്റിലപ്പിള്ളി, യേശുദാസ് ആലപ്പാടൻ, ഫിൽജോ ജോയ് നീലിയാറ്റിങ്കൽ, സിംസൺ പുല്ലുപറമ്പിൽ, മനോജ് പാലിയക്കര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിജയമാത ഇടവപള്ളി അതിന്റെ 25ാമത്തെ സംയുക്ത തിരുനാള് 2026 മെയ് 9, 10, 11 ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ട് ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിലേക്ക് എല്ലാവരെയും ഒറ്റ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. മെയ് 1-ാം തീയതി രാവിലെ 6 മണിക്കാണ് തിരുനാൾ കൊടിക്കയറ്റം നിർവഹിക്കുക. അത് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കൽ നിർവഹിക്കുന്നതാണ്. തുടർന്നുള്ള 9 ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കും വൈകിട്ട് 6 മണിക്കും നവനാൾ ദിനങ്ങളായി ദിവ്യബലിയും വിജയഗീതവും ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കൂടുതുറക്കൽ ശുശ്രൂഷയും തുടർന്ന് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ പ്രദക്ഷിണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 10-ാം തീയതി രാവിലെ 6 മണിക്കും 8 മണിക്കും തുടർന്ന് 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും ആരംഭിക്കുന്നതാണ്. ഈ എല്ലാ തിരുക്രമങ്ങളിലേക്കും എല്ലാവരെയും സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധ വിജയമാതാവിന്റെ മധ്യസ്ഥയായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കടുത്ത വേനൽ ചൂടിനിടെ കയ്പമംഗലം വഞ്ചിപ്പുരയിൽ കടലിലെ അത്ഭുത ജീവിയെ കണ്ടെത്തി. കടലിലെ അത്ഭുത ജീവിയായി അറിയപ്പെടുന്ന കടൽ കുതിരയെയാണ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്ത് കടൽക്കുതിരയെ കണ്ടെത്തിയത്. കടലിലെ ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്നതാണ് സുതാര്യ മത്സ്യമായ കടൽക്കുതിര. പെരിഞ്ഞനം സ്വദേശി കോച്ചാട്ട് വീട്ടിൽ രാഗേഷും മകനുമാണ് കടൽക്കുതിരയെ കണ്ടെത്തിയത്. ഇരുവരും കടപ്പുറത്ത് പ്രഭാത സവാരിയിലായിരുന്നു. കടപ്പുറത്ത് അടിഞ്ഞ നിലയിലായിരുന്നു കടലിലെ ഈ അത്ഭുത ജീവി. രാഗേഷും മകനും ചേർന്ന് ഉടൻ തന്നെ കടൽക്കുതിരയെ കടൽവെള്ളം നിറച്ച കുപ്പിയിലാക്കി സംരക്ഷിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് ഗംഗാധരൻ സ്ഥലത്തെത്തി. തുടർന്ന് ആറാട്ടുകടവ് ഭാഗത്ത് കടൽക്കുതിരയെ കടലിൽ ഒഴുക്കിവിട്ടു. അവസിഗ്നാത്തീഡെ എന്ന കുടുംബത്തിലെ ഹിപ്പോ ക്യാമ്പസ് ജനസിൽപ്പെട്ട കടൽ മത്സ്യമാണിത്. 16 മില്ലിമീറ്റർ മുതൽ 35 സെന്റിമീറ്റർ നീളം വരെ വരുന്നതാണ് കടൽക്കുതിര. കടൽക്കുതിരകളിൽ ആൺവർഗമാണ് പ്രസവിക്കുക. വേനൽ ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് 3 പിടികയിൽ ആശ്വാസത്തിന്റെ കുളിർമയേകി സംഭാര വിതരണം. 3 പിടിക ത്വാഹ ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റിയാണ് സംഭാര വിതരണം ഒരുക്കിയത്. വഴിയാത്രക്കാർക്ക് കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ള സഹായമായാണ് സംഭാര വിതരണത്തിന് ത്വാഹ ടൗൺ ജുമാ മസ്ജിദ് കമ്മിറ്റി തുടക്കം കുറിച്ചത്. ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് ഷിഹാബ് മുസ്ലിയാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി VM യൂസഫ്, സജിദ് സുബൈർ, സിദ്ദിഖ്, സുൽഫിക്കർ, ഹാഷിം, സമദ്, സൈഫുദ്ദീൻ എന്നിവർ സംഭാര വിതരണത്തിന് നേതൃത്വം നൽകി. ദേശീയപാതയോട് ചേർന്നുള്ള 3 പീടിക ജുമാ മസ്ജിദിനു മുൻപിൽ പ്രത്യേക ടെന്റ് സജ്ജമാക്കിയാണ് സംഭാരം വിതരണം ചെയ്യുന്നത്. ആദ്യ ദിവസം തന്നെ 100 കണക്കിന് വഴിയാത്രക്കാർക്കാണ് സംഭാര വിതരണം ആശ്വാസമായത്. വേനൽ ചൂട് ശമിക്കുന്നതുവരെ ജുമാ മസ്ജിദ് കമ്മിറ്റി സംഭാര വിതരണം തുടരും. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തിയ ഹർത്താലിന് പിന്തുണയുമായി കേരളീയ പട്ടിക ജനസമാജം. കേരളീയ പട്ടിക ജനസമാജം പ്രവർത്തകർ കയ്പമംഗലത്ത് പ്രകടനം നടത്തി. 3 പീടികയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പെരിഞ്ഞനം ചുറ്റി 3 പീടിക ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി MS വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VP ജയൻ, ജില്ലാ സെക്രട്ടറി TG ശശി, AV ബാബു എന്നിവർ സംസാരിച്ചു. KK ഗിനീഷ്, ശൈലജ രാമകൃഷ്ണൻ, NV സതീശൻ, KM ബാബു, അമ്പിളി കോഴിത്തുമ്പ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,925 രൂപ, പവന് 1,11,400 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള ഹർത്താൽ തൃശൂർ ജില്ലയെ ബാധിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വ്യാപാരിക്ക് ദാരുണാന്ത്യം. തളിക്കുളം ഏങ്ങൂർ വീട്ടിൽ ഗംഗാധരൻ മകൻ ചന്ദ്രബോസാണ് മരിച്ചത്. തൃശൂരിൽ പൂരപ്പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ കോർപ്പറേഷൻ കൌൺസിലർക്ക് സൂര്യാതപമേറ്റു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറായ പോളി ജോസിനാണ് സൂര്യാതപമേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.